الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ സമയത്തായി വലിയ വലിയ മനുഷ്യക്കുരുതികളും ഭീകരാക്രമണങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുൽവാമയിലും പഹൽഗാമിലുമൊക്കെ നടന്ന സംഭവങ്ങൾ അതിലേക്ക് നമുക്ക് ചേർത്ത് വായിക്കുവാൻ പറ്റുന്ന സംഗതികളാണ്. എങ്കിലും യുദ്ധങ്ങളായാലും ഭീകരാക്രമണങ്ങളായാലും ലോകത്ത് എവിടെ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അവയിൽ നമുക്കൊരു നേട്ടവും കാണുവാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഒട്ടേറെ കഷ്ടനഷ്ടങ്ങളായിരിക്കും അതിൻ്റെ എല്ലാം പരിണിത ഫലം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിരപരാധികളായ അനവധി ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. ഒരുപക്ഷെ കുടുംബം പോറ്റാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട വ്യക്തികളായിരിക്കും
ബോംബ് സ്ഫോടനത്തിൽ അതല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത്. ചിലപ്പോൾ ചികിത്സയുടെ ആവശ്യാർത്ഥം ഹോസ്പിറ്റലുകളിലേക്ക് ബന്ധുക്കളെയും കൂട്ടി പോകുന്ന ആളുകളും ആ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടു പോകാറുണ്ട്. ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി വീടുകളിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ വായും മനസ്സും അറിയാത്ത, ഒന്നും അറിയാത്ത, എന്തിനു വേണ്ടിയാണ് തങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ഛിന്നഭിന്നമായ രീതിയിൽ അവരുടെ ബോഡി മാറിപ്പോകുന്ന അതിക്രൂരവും നിഷ്ഠൂരവുമായ ഈ പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും അതിനെ നമുക്ക് ന്യായീകരിക്കുവാനോ അംഗീകരിക്കുവാനോ സാധിക്കുകയില്ല എന്ന് മനസാക്ഷിയുള്ള ആർക്കും അറിയാൻ കഴിയുന്ന സംഗതിയാണ്. എത്രയോ കെട്ടിടങ്ങൾ അതിന്റെ പരിണിത ഫലമായി നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞു പോകുന്നു. വലിയ വലിയ സ്ഥാപനങ്ങൾ എല്ലാം നശിച്ചു പോകുമ്പോൾ ആർക്കാണ് അതിന്റെ നഷ്ടങ്ങൾ പോലും കണക്കാക്കുവാൻ സാധിക്കുക എന്നത് നമ്മുടെ മുന്നിലുള്ള വലിയ ചോദ്യമാണ്. പരിക്കേറ്റ് കൈകാലുകൾ നഷ്ടപ്പെട്ട് മുഖം പോലും വികൃതമായി ജീവച്ഛവങ്ങളായി ശിഷ്ടകാലം തള്ളി നീക്കേണ്ടി വരുന്ന ആളുകളുടെയും എണ്ണം നമുക്കാർക്കും കോലപ്പെടുത്തുവാൻ കഴിയുന്നതിനും അപ്പുറത്താണ് എന്നറിയുമ്പോൾ, ഭീകരാക്രമണങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ, ആ നാടുകളിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് അരക്ഷിതാവസ്ഥയും അരാജകത്വവുമായിരിക്കും എന്നതൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. ഇവയെല്ലാം അതിക്രൂരമായ തെമ്മാടിത്തങ്ങളാണ് എന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഇത്തരം ഭീകരതകൾ ലോകത്ത് നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ അത് ആത്മാർത്ഥമായി ആ പണി നടക്കണമെന്ന് ആഗ്രഹിക്കാത്ത, ആ രീതിയിൽ ചിന്തിക്കാത്ത ആരാണ് ലോകത്തുണ്ടാവുക? അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ ആർക്കാണ് ഉണ്ടാവുക? ഭീകരവാദം വേണ്ട, യുദ്ധം വേണ്ട, സമാധാനം വേണം എന്ന് പറയുന്ന മനസ്സിൽ, അല്ലെങ്കിൽ അതാണ് നന്മ എന്നതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരിലുള്ള പോരാട്ടങ്ങൾ ആത്മാർത്ഥവും സത്യസന്ധവുമാണെങ്കിൽ സ്വാഭാവികമായും ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരെങ്കിലും ഒരു പൊട്ടാസ് പൊട്ടിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ഓലപ്പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ പോലും അപ്പോഴേക്കും ചില ആളുകൾ ഇസ്ലാമിക് ടെററിസം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന പേരിൽ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും തലയിൽ കെട്ടിവെക്കുവാനുള്ള മത്സരമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇനി മറ്റു വല്ല മതക്കാരുമാണ് അതിന്റെ എല്ലാം പിന്നിലെങ്കിലും അത് ബോധപൂർവം ചെയ്തതാണ് എന്ന് സാഹചര്യ തെളിവുകളിലൂടെ ആർക്കും ബോധ്യപ്പെടുന്ന സാഹചര്യമായാലും അപ്പോഴേക്കും മാനസിക രോഗി എന്ന ആനുകൂല്യം നൽകി അവരെയെല്ലാം വിട്ടുകളയുന്ന അവസ്ഥയുമുണ്ട്. സത്യത്തിൽ ഇതൊരു തരം മാനസിക രോഗമാണ്. ഏത് പ്രശ്നങ്ങളുണ്ടായാലും ഇസ്ലാമിന്റെ പേര് എവിടെയെങ്കിലും എട്ടയലക്കത്തുണ്ടെങ്കിൽ അതിനെ ഇസ്ലാമിന്റെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കുകയും മുസ്ലിങ്ങൾ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആളുകളാണ് എന്ന് പ്രചരിപ്പിക്കുകയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരതയാണ്, അത് നമുക്ക് അടുപ്പിക്കാൻ കൊള്ളാത്ത സംഗതിയാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ ഒരു മാനസിക രോഗമാണ്. ഇസ്ലാമിനെതിരെ വെറുപ്പ് പ്രചരിപ്പിച്ച് വെടക്കാക്കി അരുക്കാക്കുക എന്ന കുതന്ത്രം അവിടെ നടക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലരും അതിൽ കൈകോർക്കുമെന്നത് വസ്തുതയാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും സെക്സ് മാർക്കറ്റിന്റെയും ഒക്കെ ലോബികൾ, കോസ്മെറ്റിക്സ് വിപണി, ഇതൊക്കെ ലോകത്ത് കോടികളുടെ ബിസിനസ് നടക്കുന്ന വലിയ ബിസിനസ് വ്യവസായ ശൃംഖലകളാണ്, വ്യാപാര ശൃംഖലകളാണ്. ഇസ്ലാമിനെ പഠിച്ച ആളുകൾക്കറിയാം ഇതൊന്നും ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്ന സംഗതിയല്ല. ഒരു സ്ത്രീയാണെങ്കിൽ അവളുടെ നഗ്നതകൾ മറച്ച്, പുരുഷനാണെങ്കിൽ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച്, മദ്യവും മയക്കുമരുന്നും മനുഷ്യന്റെ ആജന്മ ശത്രുവാണ് എന്ന് പ്രഖ്യാപിച്ച് ഇതിനോടെല്ലാം അകലം പാലിക്കാൻ, അതിനെതിരെ ജാഗ്രത പുലർത്തുന്ന ഒരു മതത്തെയും രീതിശാസ്ത്രത്തെയും ഉൾക്കൊള്ളുവാൻ ഇവിടത്തെ മുതലാളിത്ത കുത്തകകൾക്ക് സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അതിന്റെ പ്രചാരണങ്ങൾക്കും എതിരിൽ അവരൊക്കെ ഒരു അവിശുദ്ധ ബാന്ധവത്തിലാണ് എന്നുള്ളത് ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന ആർക്കും അറിയുന്ന ഒരു പകൽ വെളിച്ചം പോലെയുള്ള സത്യമാണ്. സത്യത്തിൽ ഇസ്ലാമിനെ പോലെ മനുഷ്യജീവന് വില കൽപ്പിച്ച മറ്റു വല്ല മതവും മറ്റു വല്ല പ്രത്യയശാസ്ത്രവും ലോകം കണ്ടിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ ഒന്ന് നമ്മൾ എടുത്ത് വായിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ അള്ളാഹു വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യജീവന് അള്ളാഹു കൽപ്പിച്ച വില എത്രയാണ്, ഇസ്ലാം നൽകുന്ന പരിഗണന എത്രയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ
5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ ആയത്ത് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാകും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കളുടെ കൊലപാതകം, ലോകത്താദ്യമായി നടന്ന മനുഷ്യവധം, ആ ചരിത്രം എടുത്തു പറഞ്ഞതിന് ശേഷം 32-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ ന്യായമായ കാരണങ്ങളില്ലാതെ, അഥവാ ഇസ്ലാമിക ഗവൺമെന്റിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ന്യായമായ കാരണങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കുന്ന വധശിക്ഷ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതല്ലാതെ അന്യായമായി ആരെയെങ്കിലും കൊന്നുകളഞ്ഞാൽ ഔ ഫസാദിൻ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും കൊന്നുകളഞ്ഞതിന് തുല്യമാണ് അയാൾ ചെയ്തത്. അതുകൊണ്ട് ഒരാളെ അയാൾ കൊന്നിട്ടുള്ളൂ എങ്കിലും അയാൾക്ക് 1 എന്നില്ല, 9 എന്നില്ല, 10 എന്നില്ല, ആരെയും നിരപരാധിയായ ഒരു ജീവൻ ഹനിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ലോകത്തുള്ള മനുഷ്യന്മാരെ എല്ലാവരെയും കൊന്നതിന് തുല്യമാണ് എന്ന് അതിശക്തമായ ഭാഷയിൽ ലോകത്തോട് വിളിച്ചു പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രം, ഏതെങ്കിലും ഒരു മതഗ്രന്ഥം ഖുർആനിനെ പോലെ വേറെയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഇനി ഒരാളെ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഒരാൾക്ക് സാധിച്ചാൽ, മരണത്തിന്റെ മുന്നിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, കോടിക്കണക്കിന് മനുഷ്യന്മാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് തുല്യമാണ് എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നു. അഥവാ മനുഷ്യന്റെ ജീവന് ഇസ്ലാം നൽകുന്ന പരിഗണനയാണ്. അവിടെ മുസ്ലിം എന്ന് പ്രത്യേകം പറഞ്ഞില്ല. ചില ആളുകൾ അവിടെയും എന്തെങ്കിലുമൊക്കെ വിമർശിക്കുവാൻ കിട്ടുമോ എന്ന് അന്വേഷിക്കാറുണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞത് മൻ ഖതല നഫ്സൻ, ഏതെങ്കിലും ഒരു മനുഷ്യനെ എന്നാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റേതാകാം, അമുസ്ലിമിന്റേതാകാം, സ്വതന്ത്രന്റേതാകാം, അടിമയുടേതാകാം, ആണിന്റേതാകാം, പെണ്ണിന്റേതാകാം, ആരുടേതാണെങ്കിലും അന്യായമായ കൊലപാതകത്തെ ഖുർആൻ ഇത്ര ശക്തമായി കാണുന്നു. മനുഷ്യന്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനുമൊക്കെ സംരക്ഷണം നൽകുക എന്നത് ഭരണകൂടം ഇസ്ലാമിന്റേതാണെങ്കിൽ ഇസ്ലാമിക് ഗവൺമെന്റിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തങ്ങളിൽ ഒന്നായിട്ടാണ് മതം പഠിപ്പിക്കുന്നത്. അൽ-ലറൂറാത്തുൽ ഖംസ, 5 കാര്യങ്ങൾ ഒരു പൗരന്റെ മൗലികമായ അവകാശമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പട്ടിയോടും പൂച്ചയോടും വരെ സകലമാന മിണ്ടാപ്രാണികളോടും കാരുണ്യത്തോടുകൂടി വർത്തിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കരുണ കാണിക്കുന്നവരോട് പരമകാരുണ്യകനായ പടച്ചറബ് കരുണ ചെയ്യും എന്ന് പഠിപ്പിച്ച് കാരുണ്യത്തിന്റെ സന്ദേശങ്ങൾ നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ, ദാഹിച്ചു വലഞ്ഞ ഒരു നായ, ആ പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾക്ക് സ്വർഗം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അഫിൽ ബഹാഇമി അജ്റുൻ, അള്ളാഹുവിന്റെ റസൂല്, ഞങ്ങൾക്ക് മിണ്ടാപ്രാണികളിലും പുണ്യമുണ്ടോ, കൂലിയുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ, പച്ചക്കരളുള്ള അഥവാ ജീവന്റെ തുടിപ്പുള്ള എല്ലാറ്റിലും, അത് പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും പോത്താണെങ്കിലും ഏത് ജീവിക്കും. എന്നിട്ടല്ലേ മനുഷ്യൻ അവയോടൊക്കെ കാരുണ്യത്തോടുകൂടി വർത്തിക്കുന്നത് പുണ്യമുള്ള കാര്യമാണ് എന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാമിന്റെ സന്ദേശം. അപ്പൊ മനുഷ്യജീവന്റെ സംരക്ഷണത്തിനും സമാധാനത്തിനും ഇസ്ലാം നൽകിയ പാഠങ്ങൾ പരിശോധിച്ചാൽ അതിശക്തമായ നിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലും ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇസ്ലാം മനുഷ്യനെ അഥവാ മനുഷ്യജീവനെ ആദരിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ അഥവാ മനുഷ്യന്മാരെ എല്ലാവരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ സൂറത്ത് ഇസ്രാഈലിലൂടെ പഠിപ്പിച്ചത്. അതേപോലെ ഏത് മനുഷ്യന്റെയും ജീവൻ സംരക്ഷിക്കുന്നത് പുണ്യമായി ഖുർആൻ പഠിപ്പിച്ചതാണ് നമ്മൾ നേരത്തെ കേട്ടത്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, മരണത്തിലേക്ക് തള്ളിവിടാതെ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ ലോകത്തുള്ള എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ മനുഷ്യ ജീവന് ഇസ്ലാം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ആ മാർഗത്തിൽ നമ്മൾ കൈകോർത്ത് പിടിച്ച് ചികിത്സക്കാണ് എങ്കിലും അയാൾക്ക് സംരക്ഷണം ഒരുക്കുന്ന വിഷയത്തിലാണെങ്കിലും അതെല്ലാം വലിയ പുണ്യമായി പഠിപ്പിച്ച മതം മനുഷ്യവധത്തെ, കൊലപാതകത്തെ കബായിറുകളിൽ, വൻപാപങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പഠിപ്പിച്ചത്. ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്
നാശകാരികളായ എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയുന്ന 7 വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെയും സിഹറിനെയും ഒക്കെ എണ്ണിയ കൂട്ടത്തിൽ മൂന്നാമതായി പറഞ്ഞത് വഖത്തുലുൻ നഫ്സ്, മനുഷ്യരെ കൊല്ലുക എന്ന പണി ഏറ്റവും വലിയ പാപങ്ങളുടെ കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. ആത്മാർത്ഥമായി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് പടച്ചറബിനോട് പൊറുക്കലിനെ തേടുന്ന ആ ആളുകൾക്കല്ലാതെ പുറത്തു കൊടുക്കാത്ത പാപങ്ങൾ, അതാണ് കബായിറുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നയാൾക്ക് കൊലയുണ്ട്, അഥവാ വധശിക്ഷ നടക്കുന്ന രീതിയാണ് ഇസ്ലാമിന്റെ നിയമം. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊലപാതകങ്ങളുടെ വിഷയത്തിൽ തുല്യമായ പ്രതിക്രിയ അഥവാ അയാളെയും കൊന്നുകളയുക എന്നത് അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി നിശ്ചയിച്ചതാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് ആ വചനത്തിന്റെ അവസാനത്തിൽ അള്ളാഹ് പറഞ്ഞത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. അങ്ങനെ ശക്തമായ ശിക്ഷാ നിയമങ്ങൾ നിങ്ങൾ പ്രയോഗവൽക്കരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും എന്നതും ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 178, 179 ആയത്തുകളിൽ പറഞ്ഞു തന്ന സംഗതിയാണ്. ഇന്ന് ലോകത്തുള്ള എല്ലാവർക്കും കണ്ണു തുറന്ന് കാണുവാൻ പറ്റുന്ന രീതിയിൽ ഇസ്ലാമിന്റെ നിയമശാസനകൾ കൃത്യമായി നടപ്പിലാക്കുന്ന ലോകത്തെ ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും വളരെ വളരെ തുച്ഛമായിരിക്കും, കുറവായിരിക്കും എന്നത് ലോകത്തെല്ലാവരും അറിയുന്ന അംഗീകരിക്കുന്ന സംഗതിയാണ്. അപ്പോ വേണ്ടിടത്ത് ശിക്ഷാ നിയമങ്ങളും നടപടികളും വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ആരെയെങ്കിലും കൊന്നാൽ തിരിച്ചും കൊല്ലപ്പെടും എന്നുള്ളൊരു ചിന്ത, അത് കൊല്ലേണ്ടതാരാ? നമ്മുടെ ആരുടെയെങ്കിലും ബന്ധുക്കളെ കൊന്നാൽ നമ്മളൊക്കെ പോയി കൊല്ലുക എന്നതല്ല. ഇസ്ലാമിന്റെ കോടതിയിൽ മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യവസ്ഥതയുടെ കീഴിൽ ആ കൊലയാളിയെ പിടിച്ചു കുറ്റം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിശക്തമായ രീതിയിൽ സ്വാഭാവികമായും അത് നടപ്പിലാക്കപ്പെടും, വധശിക്ഷ അവിടെ നൽകപ്പെടും. വ്യക്തികളല്ല, കോടതിയാണ് ആ ശിക്ഷ നടപ്പിലാക്കേണ്ടത്. നേരെ മറിച്ച് പൗരന്മാർ ഓരോരുത്തരും നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ എന്റെ വാപ്പയെ കൊന്നിട്ടാണ് ഞാൻ പകരം ചോദിക്കൂ, അല്ലെങ്കിൽ എന്റെ ഇന്ന ബന്ധുവിനെ കൂട്ടുകാരനെ കൊന്നിട്ടാണ് ഞങ്ങൾ കുറച്ചാളുകൾ സംഘം ചേർന്ന് അവരെയും കൊല്ലും. ചിലപ്പോ കൊന്നയാളെ ആയിരിക്കില്ല കൊല്ലുക, ആ കൊല്ലുന്ന വീട്ടിലോ കുടുംബത്തിലോ പെട്ട പലരെയും കൊന്നുകളയുന്ന രീതി ഇസ്ലാമികമായി ശരിയല്ല. ഇസ്ലാമിന്റെ കോടതിയിൽ ആ രണ്ടാമത് കൊന്ന ആൾ കൊലക്കുറ്റത്തിന് വിധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടുന്ന അവസ്ഥയാണ് ഇസ്ലാമിന്റെ നിയമങ്ങളുടെ മുന്നിലുള്ളത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട സംഗതിയാണ്. അപ്പോ ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കോടതിയിലേക്ക്, ഇസ്ലാമിന്റെ നിയമ ശാസനകളുടെ മുന്നിലേക്ക്, ന്യായാധിപന്മാരുടെ അടുക്കിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ അന്യായമായ ഇടപെടലുകളോ ശുപാർശകളോ ഒന്നും ഉണ്ടാവുകയില്ല. അഥവാ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കൊലപാതക കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ മാപ്പ് നൽകിയാലല്ലാതെ അവർക്ക് ബ്ലഡ് മണി അഥവാ നഷ്ടപരിഹാരമായി ദിയയായി 100 ഒട്ടകത്തിന്റെ അതിശക്തമായ വലിയ ഒരു സമ്പത്ത് അവർക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ എന്താണോ അവർ നഷ്ടപരിഹാരം ചോദിക്കുന്നത് അത് കൊടുക്കാം. അതല്ലെങ്കിൽ ഒന്നും വേണ്ട, ഞങ്ങൾ ഏതായാലും മരിച്ചുപോയില്ലേ, അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ എന്ന് പറഞ്ഞ് അവരെല്ലാവരും മാപ്പ് നൽകിയാലല്ലാതെ, ആ മാപ്പ് നൽകാൻ വേണമെങ്കിൽ പ്രധാനപ്പെട്ട അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇടപെടാം, അവരെ കൊണ്ട് അനുനയിപ്പിക്കാം എന്നൊക്കെയല്ലാതെ സ്വാഭാവികമായും ഞങ്ങളുടെ ബന്ധുവിനെ കൊല ചെയ്തിട്ടുള്ള ആൾക്ക് കൊലശിക്ഷ വധശിക്ഷ നൽകണം എന്ന് പറഞ്ഞാൽ അവിടെ കോടതി നടപ്പിലാക്കും. അവിടെ ആരുടെയും വക്കാലത്തോ ശുപാർശയോ ഇടപെടലുകളോ സ്വീകരിക്കുകയില്ല. ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഖ്സൂമിയ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് ഒരു കളവ് നടത്തി. ആ കളവ് പിടിക്കപ്പെട്ടു. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം തറവാടികളായ ഉന്നതരായി അറിയപ്പെടുന്ന ആളുകൾക്ക് വല്ലാത്തൊരു നാടക്കേടായി. അവരെല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഈ അപമാനത്തിൽ നിന്ന് ഞങ്ങളത് രക്ഷപ്പെടുത്താൻ പല വഴിയും ശ്രമിച്ചു, പലതും ആലോചിച്ചു അവർ. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആര് പറയും ഈ വിഷയം, ആര് സംസാരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം സ്നേഹവും അടുപ്പവുമുള്ള പ്രവാചകൻ അങ്ങോട്ടും പരിഗണനയും അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ച ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമ
ഒരടിമയായിരുന്നു സെയ്ദ്. ആ സെയ്ദിന്റെ മകനാണ് ഉസാമ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത് ദീനിനോട് ഏറ്റവും അടുത്ത് നിന്ന് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തത് അവർക്ക് മനസ്സിലായതിനാൽ അവര് ഉസാമയെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വക്കാലത്ത് പിടിക്കാൻ ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ചെന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമക്ക് നൽകിയ എല്ലാ സ്ഥാനമാനങ്ങളെയും മറന്നുപോകുന്ന രീതിയിൽ ഉസാമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ വിധിന്യായത്തിൽ ശുപാർശ പറയാൻ വന്നിരിക്കുകയാണോ ഉസാമ നീ? ലൗ അന്ന ഫാത്തിമ ബിൻത് മുഹമ്മദ് സറഖത് ലഖതഅതു യദഹാ. എന്റെ മകൾ ഫാത്തിമ, അവൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഫാത്തിമയാണ് കളവ് നടത്തിയത് എങ്കിൽ പോലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവിടെ ഒരു വക്കാലത്തും ആരും പറയേണ്ടതില്ല, ഒരു റെക്കമെൻഡേഷനുമായും ആരും വരേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. ഇതാണ് ഇസ്ലാമിന്റെ നിയമങ്ങളും ദീൻ പഠിപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും. ഇനി ആരെങ്കിലും കൊലപാതകം നടത്തിയാൽ, കൊല പിടിക്കപ്പെടാതിരുന്നാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലും അവരുടെ സാമർത്ഥ്യം കൊണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ വാദിച്ച് ജയിച്ച്, അങ്ങനെ പല ആളുകളുണ്ടല്ലോ വാദിക്കാൻ വേണ്ടി, ഏത് വൃത്തികെട്ട കേസാണെങ്കിലും ഞങ്ങളെ ഏൽപ്പിച്ചാൽ വിജയിപ്പിച്ചു തരും, ഇത്ര ലക്ഷം ഞങ്ങൾക്ക് തന്നാ മതി എന്ന് പറഞ്ഞ് ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ, അവർ മരിച്ചു കഴിഞ്ഞാലും അവർക്കൊരു നല്ല പേര് സമൂഹത്തിൽ ഉണ്ടാവുകയില്ല എന്നത് അടുത്ത കാലത്ത് പോലും നമുക്ക് പല സംഭവങ്ങളും മനസ്സിലാക്കി തരുന്ന സംഗതിയാണ്. ഏതായിരുന്നാലും ഇനി ഇവിടെയെല്ലാം രക്ഷപ്പെട്ടു പോയാൽ തന്നെയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നരകശിക്ഷ അവർക്ക് ഉറപ്പാണ് എന്നാണ്. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ. ഒരാൾ ഒരു വിശ്വാസിയെ മനഃപൂർവ്വം കൊന്നുകളഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ നിരത്തിക്കൊണ്ട്, ഞങ്ങളുമായി അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഇടപാടിൽ ഞങ്ങളെ വഞ്ചിച്ചവനാണ്, പറ്റിച്ചവനാണ്, എന്ത് തോന്നിവാസം ചെയ്തവനാണെങ്കിലും അയാളെ കൊല്ലാൻ നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. ജീവനിട്ട റബ്ബിനല്ലാതെ, ആ പടച്ച റബ്ബ് നിശ്ചയിച്ച മാർഗത്തിലൂടെയല്ലാതെ ജീവൻ ഹനിക്കാൻ നമുക്കാർക്കും അനുവാദമില്ല. അതുകൊണ്ട് മനഃപൂർവ്വം ആരെങ്കിലും ഒരാളെ കൊന്നുകളഞ്ഞാൽ ഫജസാഉഹു ജഹന്നം, ആ കൊലയാളിക്കുള്ള ശിക്ഷ കത്തിയാളെന്ന നരകമായിരിക്കും. ഖാലിദൻ ഫീഹ, അയാൾ അതിൽ നിത്യവാസിയായിരിക്കും, ശാശ്വതമായി നരകത്തിൽ പോകേണ്ടി വരും. വഗളിബല്ലാഹു അലൈഹി, അല്ലാഹു അയാളോട് കോപിച്ചിരിക്കുന്നു, പടച്ചറബിന്റെ ശാപകോപങ്ങൾ അയാൾക്കുണ്ടാകും. വലഅനഹു, അല്ലാഹു ലഅനത്ത് ചെയ്തവനാണ്, ശപിച്ചവനാണ്. വഅഅദ്ദ ലഹു അദാബൻ അളീമ, വലിയ ശിക്ഷ പടച്ചറബ് അയാൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് സൂറത്തുൻ നിസായിലെ 93-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കോടതിയിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ സന്ദർശിച്ചാൽ അറിയാം, അബദ്ധത്തിൽ നമ്മുടെ കയ്യിൽ നിന്നൊരാൾ കൊല്ലപ്പെട്ടാൽ ആ കൊലപാതകം പോലും കോടതിയിൽ വലിയ കുറ്റമായിട്ടാണ് പരിഗണിക്കപ്പെടുക. അഥവാ നമ്മൾ ഓടിക്കുന്ന വാഹനം നിയമങ്ങൾ തെറ്റിച്ചിട്ടാണെങ്കിൽ, 100 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ടുന്ന വാഹനം 120-ൽ ഒന്ന് ഓടിച്ചു, ആ ഭാഗമായിട്ടാണ്, അതിന്റെ കാരണമായിട്ടാണ് ഒരാൾ കൊല്ലപ്പെടുന്നതെങ്കിൽ അത് മനഃപൂർവ്വമുള്ള നരഹത്യയായിട്ട് വരെയും കേസെടുക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അത്രമാത്രം മനുഷ്യജീവനെ ആദരിച്ച, അംഗീകരിച്ച മതം. അതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന ആൾക്കുള്ള ശിക്ഷ ദുനിയാവിലും നാളെ പരലോകത്തിലും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വിശദീകരിച്ച മതം. അപ്പൊ സ്വാഭാവികമായും വമൻ യഖ്തുൽ മുഅ്മിനൻ എന്നല്ല പറഞ്ഞത്, വിശ്വാസിയായ ഒരാളെ കൊന്നാൽ അപ്പൊ അവിശ്വാസിയായ ആളുകളുടെ ജീവനൊന്നും ഒരു വിലയില്ല എന്നാണോ? അത് തെറ്റായി മനസ്സിലാക്കുന്ന, ക്ഷീരമുള്ള ഒരു അഗ്നിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചോര കുടിക്കാനായി നിൽക്കുന്ന ആളുകൾക്ക്, വൃത്തികേടുകളുടെ പിന്നാലെ പോകുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച വിശദീകരണം കേൾക്കണം. വിശ്വാസികളായാൽ കുറെ കൂടി ഗൗരവമുണ്ട്, അവിശ്വാസികളായ ആളുകളെ കൊല്ലാമെന്നല്ല. മൻ ഖതല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്ന, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ സമാധാനത്തോട് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ സന്ധിയിൽ ജീവിക്കുന്ന അമുസ്ലിമായ ഒരാൾ കൊന്നുകളഞ്ഞാൽ ലം യറഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം പോലും സുഗന്ധം പോലും അയാൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വ ഇന്ന റീഹഹാ തൂജദു മിൻ മസീറതി 40 ആമ, 40 വർഷം ഒരാൾ ഒരു നല്ല മൃഗത്തിന്റെ വാഹനപ്പുറത്ത് കയറിപ്പോയാൽ എത്ര കണ്ട് ദൂരം സഞ്ചരിക്കുവാൻ സാധിക്കുമോ അത്ര ദൂരത്തേക്ക് ആ സ്വർഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശുന്നുണ്ടാകും. അതുപോലും നുകരാൻ ആർക്ക് സാധിക്കുകയില്ല?
അമുസ്ലിമായ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞ ഒരാൾക്ക് സാധിക്കുകയില്ല. മുസ്ലിമാണ് കൊന്നത്, കൊല്ലപ്പെട്ടത് അമുസ്ലിമാണ്. പക്ഷെ എന്തിന്റെ പേരിലാ? അയാൾക്ക് അനുവാദമില്ലാത്ത ഒരു രീതിയിലാണ് കൊന്നതെങ്കിൽ അമുസ്ലിമിനെ അല്ല, കുഴപ്പമില്ല എന്നല്ല, സ്വർഗത്തിന്റെ പരിമളം പോലും നുകരുവാൻ സാധിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഇത്ര ശക്തമായി പഠിപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കെ ആ ഇസ്ലാമിന്റെ നിയമശാസനകളെയെല്ലാം ആരെങ്കിലും അവഗണിച്ചുകൊണ്ടോ അതിൽ നിന്നൊക്കെ മാറിപ്പോയിക്കൊണ്ടോ ഏതെങ്കിലും മുസ്ലിം നാമധാരി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ഇസ്ലാമിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ആരും മെനക്കെടേണ്ടതില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളും ശാസനകളും എന്താണ് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഇസ്ലാമിക നിയമം ഇവിടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുമാരും. കാരണം നാട്ടിൽ സമാധാനവും സ്വസ്ഥതയും വേണമെങ്കിൽ, ജീവനും സ്വത്തിനും സമ്പത്തിനും അഭിമാനത്തിനുമൊക്കെ സംരക്ഷണം വേണമെങ്കിൽ ഇതാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ ഉന്നതന്മാരായ രാഷ്ട്രനായകന്മാർ നമ്മുടെ ഇന്ത്യയിലടക്കം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ട സംഗതിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിയായ കാര്യങ്ങൾ കൃത്യമായി അറിയാനും പഠിക്കുവാനും അത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാനും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും സമാധാനവും വിജയവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവന്റെ റഹ്മത്തും ബറക്കത്തും നൽകി ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭീകരവാദത്തിന്റെ അടിവേരറുക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണങ്ങൾ കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ നൽകുവാൻ സാധിക്കണം. ഏതെങ്കിലുമൊക്കെ യുവാക്കൾ തീവ്രവാദ ആശയങ്ങളിലേക്കും ചിന്തകളിലേക്കും പോകുന്നുവെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കണം. നീതി നിഷേധം നാട്ടിൽ നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ അകാരണമായി അവരെ ഉപദ്രവിക്കുകയും ശല്യപ്പെടുത്തുക, എന്താണ് അതിന്റെ കാരണം എന്ന് പഠിച്ച് മനസ്സിലാക്കി അത് ഫലപ്രദമായി ചികിത്സിക്കുവാൻ തയ്യാറാകണം. കാരണം നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞതുപോലെ ആരാണ്, വളരെ ചുരുക്കം ചില ആളുകളല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ലാഘവത്വത്തോടു കൂടി കണ്ണടക്കുകയല്ല ചെയ്യേണ്ടത്. ലോകത്തെ ഗ്രസിച്ച ഏറ്റവും വലിയ അപകടമായി, മാരകമായ രോഗമായി ഭീകരവാദത്തെ കണ്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അതിനുള്ള റെമഡി, അതിന്റെ പരിഹാരം നിർദ്ദേശിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണത്. അപ്പോ എന്താണ് ഭീകരവാദികൾ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്നറിഞ്ഞ് ആ കാരണങ്ങൾക്ക് ചികിത്സ നൽകുവാൻ സാധിച്ചാൽ നാട്ടിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. അതേപോലെ തന്നെ ഭീകരാക്രമണം നടന്നാൽ അതിന്റെ ഉറവിടം കണ്ടെത്തി വേരോടെ പിഴുതെടുക്കുവാൻ നമുക്ക് സാധിക്കണം. പുറമേ കാണുന്ന ഏതാനും ഞാഞ്ഞൂലുകളെ അല്ല പിടിക്കേണ്ടത്. ഓരോന്നിന്റെയും പിന്നിൽ കൃത്യമായ ചരടുകളുണ്ട് എന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന അധികാര കസേര ഉറപ്പിക്കുവാൻ വേണ്ടി പലപ്പോഴും അതിർത്തിയിൽ ബോംബ് പൊട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് അതിന്റെ പിന്നിൽ എന്ന് കൃത്യമായി അറിയണം. ചിലപ്പോൾ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള പല ആളുകളും ചെയ്യുന്ന വേലകളായിരിക്കും. അപ്പോ ആരാണ് അതിന്റെ പിന്നിൽ എന്ന് കൃത്യമായി അന്വേഷിച്ച് നിഷ്പക്ഷമായ അന്വേഷണങ്ങൾ നടത്തി അവരുടെ തനി നിറം ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്ന നിഷ്പക്ഷമായ അന്വേഷണങ്ങളും നടപടികളും വേണം. ഇനി തെളിവിലൂടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കുറ്റവാളികളെ കിട്ടിക്കഴിഞ്ഞാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുവാൻ സാധിക്കണം. ഭരണാധികാരികൾക്ക് സാധിക്കണം, ലോകത്തിന് സാധിക്കണം. അവിടെ പിടിക്കപ്പെട്ടവൻ എന്റെ പാർട്ടിക്കാരനാണ്, എന്റെ കുടുംബക്കാരനാണ്, എന്റെ ബന്ധുവാണ് എന്നൊക്കെ വരുമ്പോൾ പലതരത്തിലുള്ള കണ്ണടക്കലുകളും ഇവിടെ ഉണ്ടാകുന്നു. യാതൊരു പരിഗണനയും കൂടാതെ മുഖം നോക്കാതെ നടപടിയെടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ നാട്ടിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. അവിടെ ആർക്കും ഏത് നട്ടപ്പാതിരയിലും അവന്റേതായ കാര്യങ്ങളുമായി പോകാം. ആരും ആരെയും പിടിച്ച് ഒന്നും ചെയ്യുന്ന അവസ്ഥയുണ്ടാവുകയില്ല. നിർഭയത്വവും സമാധാനവും പടച്ചറബിന്റെ തൗഫീഖോട് കൂടി ഉണ്ടാകും. അതേപോലെ നിയമങ്ങൾ ശക്തമാക്കണം. ഉന്നതന്മാരായ ആളുകൾ എന്ത് തോന്നിവാസങ്ങൾ ചെയ്താലും രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ ഇട്ടുകൊടുക്കുന്ന നിയമങ്ങളല്ല.
നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് കേവലം ഭംഗിവാക്കായി പ്രഖ്യാപിക്കുവാനുള്ളതല്ല. അത് കൃത്യമായി നടപ്പിലാക്കുന്ന അതിശക്തമായ നിയമനിർമ്മാണങ്ങൾ ആ മേഖലയിൽ നടക്കണം. അതല്ലാതെ വഖഫിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങളും അതേപോലെ തന്നെ ആശങ്കകളും സൃഷ്ടിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുന്ന അമെന്റ്മെന്റുകൾ കൊണ്ടുവരുന്ന ആളുകൾ ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി എന്ത് നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ആവിഷ്കരിക്കേണ്ടത് എന്ന് ആലോചിച്ച് ശക്തമായ നിയമങ്ങൾ നടപ്പാക്കണം. അതേപോലെ തന്നെ കടുത്ത ശിക്ഷ കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അവർക്ക് നൽകുവാൻ സാധിക്കണം. സ്വാഭാവികമായും കണ്ണുള്ള ആളുകൾ കണ്ട് പഠിച്ചാൽ, കാതുള്ളവർ കേട്ടാൽ, ഹൃദയമുള്ളവർ ചിന്തിച്ചാൽ ആ തെറ്റിലേക്ക് പോയാൽ തങ്ങൾക്കും കിട്ടുന്നത് ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പിന്മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് ഖുർആൻ പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ മാഇദയിലെ തന്നെ 33-ാമത്തെ ആയത്തിൽ, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾക്കുള്ള പ്രതിഫലം. അഥവാ ദുനിയാവിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ അല്ലാഹു വിളിച്ച പേരെന്താ? അള്ളാഹുവിനോട് അവന്റെ റസൂലിനോട് യുദ്ധം പ്രഖ്യാപിച്ച ക്രൂരന്മാരാണ്, അക്രമികളാണ് അവരെന്നാണ്. വയസ്ഔന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്ത ആളുകൾക്കുള്ള ജസാ, അവർക്കുള്ള പ്രതിഫലം, ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷ, അൻ യുഖത്തലു, അവരെ കൊന്നേക്കുക എന്നല്ല, ഖത്തല എന്നാണ് കൊല്ലുക എന്നതിന് അറബി ഭാഷയിൽ പറയാം. പക്ഷെ ഖത്തല യുഖത്തിലു എന്ന് പറഞ്ഞാൽ വെട്ടിനുറുക്കി നിഷ്കരുണം കൊന്നുകളഞ്ഞേക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഔ യുസല്ലബു, അവരെ ക്രൂശിക്കണം, അവരെ മരത്തിൽ നല്ല മൂർച്ചയുള്ള ആണികൾ കൊണ്ട് തറക്കണം. ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ്, കയ്യും കാലും ക്രോസായി വെട്ടിമുറിക്കണം, നുറുക്കിക്കളയണം. ഇതാണ് ഖുർആൻ പറഞ്ഞ നിയമം. ഔ യുൻഫൗ മിനൽ അർള്, മനുഷ്യന്മാർ താമസിക്കുന്ന ആ നാട്ടിൽ നിന്ന് അവർ നാട് കടത്തണം. ദാലിക ലഹും ഖിസ്യും ഫിദ് ദുനിയ, ദുനിയാവിൽ അവർക്ക് നിന്ദതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം, പരലോകത്ത് വേറെ വലിയ ശിക്ഷയും അവരെ കാത്തിരിക്കുന്നു എന്ന് അതിശക്തമായി ഖുർആൻ പറഞ്ഞ ആ നിയമനിർദ്ദേശം മുഖം നോക്കാതെ നടപ്പിലാക്കുവാൻ ശ്രദ്ധിക്കുന്ന ഒരു ഭരണകൂടമുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ പോകുന്ന ആളുകൾക്ക് ഭയപ്പാടുണ്ടാകും. അവരങ്ങനെ മുതിരുകയില്ല. ഇദാ കാന ഹാദാ ശഅ്നുൻ യളമി ഹാദിഹിൽ ജരീമ, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്താൻ, ഈ കുറ്റകൃത്യം ഇത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും ആ കുറ്റകൃത്യങ്ങൾക്ക് ഇത്രയും വലിയ ശിക്ഷ അള്ളാഹു നൽകിയത്. കയ്യും കാലും വെട്ടിനുറുക്കണം, അവരെ അരിഞ്ഞരിഞ്ഞു കൊന്നുകളയണം, അതേപോലെ അവരെ പച്ചക്ക് ക്രൂശിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവമാണ്. നാട്ടിൽ സമാധാനവും സ്വസ്ഥതയും കെടുത്തിക്കളയുന്ന, ഇല്ലാതെയാക്കുന്ന ആർക്കുമുള്ള ശിക്ഷ പടച്ചറബിന്റെ മുന്നിൽ അതിന്റെ കുറ്റം അത്രമാത്രം വലുതാണ് എന്നതാണ്. അതോടൊപ്പം മനസ്സിലാക്കുവാൻ സാധിക്കും, ഉലിമ അന്ന തത്ഹീറൽ അർളി മിനൽ മുഫ്സിദീൻ വതഅമീന സുബുലി വത്തുറുഖി അനിൽ ഖത്ലി വഅഖ്ദിൽ അംവാൽ വഇഖാഫത്തിൻ നാസ്. ഇതിന്റെ ഒരു മറുവശം എന്താണ്? ഭൂമിയിൽ കുഴപ്പമില്ലാതെ കുഴപ്പമുണ്ടാക്കുന്നവരിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുക എന്നത്, നാടിനെ സംരക്ഷിക്കുക എന്നത്, വതഅമീന സുബുൽ വത്തുറുഖ്, ആളുകൾ സഞ്ചരിക്കുന്ന റോഡുകളും വഴികളുമൊക്കെ നിർഭയമുള്ളതാക്കുക എന്നത്, അനിൽ ഖത്ലി വഅഖ്ദിൽ അംവാൽ, കൊലപാതകം, അതേപോലെ തന്നെ സമ്പത്ത് പിടിച്ചടക്കൽ, ഇഖാഫത്തിൻ നാസ്, മനുഷ്യന്മാരെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ നാടും പരിസരങ്ങളും സംരക്ഷിക്കുക എന്നത് മിൻ അഅ്ളമിൽ ഹസനാത്ത്, ഏറ്റവും നല്ല നന്മകളിൽ പുണ്യങ്ങളിൽപ്പെട്ടതാണ്. വഅജല്ലി ത്വആത്ത്, റബ്ബിന് ഏറ്റവും പ്രിയങ്കരമായ സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് കുറ്റവാളികളായ ആളുകൾക്ക് ഒത്താശ ചെയ്യണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുറ്റവാളികളായ ആളുകളെ പിടിച്ച് ശിക്ഷിക്കാൻ വിശ്വാസികൾ മുൻപന്തിയിൽ ഉണ്ടാകും. വഅന്നഹു ഇസ്ലാഹും ഫിൽ അർള്, ആ പണി ദുനിയാവിൽ ഭൂമിയിൽ നന്മകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ്. കമാ അന്ന ളിദ്ദഹു ഇഫ്സാദുൻ ഫിൽ അർള്, നേരെ മറിച്ച് നാട്ടിൽ കുഴപ്പങ്ങളും അരാജകത്വവും ഉണ്ടാക്കാൻ ശ്രമിക്കൽ അത് കുഴപ്പത്തിന്റെ ഫസാദിന്റെ പണിയാണെങ്കിൽ അത്തരം ആളുകളെ അമർച്ച ചെയ്യുവാനുള്ള പരിശ്രമം ഇസ്ലാഹിന്റെ പണിയാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതുകൊണ്ട് മനുഷ്യജീവന്റെ വില ഇമാമിയങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അദുമ വല്ലാഹി വിസ്റുഹ, ഈ ആളുകൾക്ക് ഇങ്ങനെ മാത്രം കടുത്ത ശിക്ഷ കൊടുക്കുവാൻ അള്ളാഹു കൽപ്പിച്ചത് അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ വലിപ്പമാണ് മനസ്സിലാക്കി തരുന്നത്. വഅദുമ വല്ലാഹി അജ്റുഹ, അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രതിഫലവും
അള്ളാഹു ഗൗരവതരമായി നൽകി എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിന്റെ തലയിലേക്ക് വെച്ചുകെട്ടി മുസ്ലിങ്ങളെ കുതിര കയറാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ആത്മാർത്ഥമായി സത്യസന്ധമായി നാട്ടിൽ സമാധാനം വേണം. ടെററിസ്റ്റ് അറ്റാക്ക്, ഭീകരാക്രമണങ്ങൾ, അതേപോലെ തന്നെ അത്തരത്തിലുള്ള അരാജകത്വ വിധ്വംസക പ്രവർത്തനങ്ങൾ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് വേണ്ടത്. അതല്ലാതെ അവിടെ ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിങ്ങളുടെ പേരിൽ അത് തലയിൽ കെട്ടിവെച്ച് ബാക്കി എല്ലാ തോന്നിവാസികൾക്കും തോന്നിവാസങ്ങൾക്കുള്ള ലൈസൻസ് കൊടുക്കുന്ന രീതി നാട്ടിൽ ഇനിയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കുമെന്നതിന്റെ സൂചനയായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെയും സമൂഹത്തെയും സമുദായത്തെയും എല്ലാത്തരം ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒരു കാര്യം പ്രത്യേകം അറിയിക്കാനുള്ളത്, നമ്മുടെ പള്ളിയിൽ വളരെ ചുരുങ്ങിയ പാർക്കിംഗ് സൗകര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് വാഹനങ്ങളുമായി വരുന്ന ആളുകൾ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്യുവാനും അതേപോലെ തന്നെ മാർഗ തടസ്സം സൃഷ്ടിക്കുക എന്നത് തന്നെ വലിയ തെറ്റായി ഇസ്ലാം പഠിപ്പിച്ച ഒരു സംഗതിയാണ്. വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കലാണ് ഈമാനിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സഹകരിച്ച് വേണം അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ എന്നതുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല മനസ്സും നന്മകളെക്കുറിച്ച് ചിന്തിക്കാനും നന്മകൾ പ്രവർത്തിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചിറബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.